ആഗസ്റ്റ് 18, 2025 തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിനടുത്തുള്ള കുക്കട്പള്ളി എന്ന സ്ഥലത്ത് സമയം ഉച്ചയ്ക്ക് 12:30. അവിടെ സംഗീത് നഗർ എന്ന സ്ഥലത്തുള്ള ഒരു മെക്കാനിക് ഷെഡിൽ 36 വയസ്സുള്ള കൃഷ്ണ റിപ്പയർ ചെയ്യാൻ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ അഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിലിരുന്ന സെൽഫോൺ റിങ് ചെയ്യുന്നു. അതെടുത്ത് ഡിസ്പ്ലേയിൽ നോക്കിയ അദ്ദേഹം ടെൻഷനാവുന്നു. എന്തിനാണ് ഈ സമയത്ത് സ്കൂളിൽ നിന്ന് വിളിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ കാൾ അറ്റൻഡ് ചെയ്യുന്നു. ഫോണിൻ്റെ മറുവശത്ത് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നു. ഹലോ, ശരണിൻ്റെ അച്ഛനല്ലേ സംസാരിക്കുന്നത്? അതിന് അദ്ദേഹം അതേ മേഡം, എന്താ കാര്യം എന്ന് തിരക്കുന്നു. അതിന് ടീച്ചർ, നിങ്ങളുടെ മകൻ ഇന്ന് ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല. അവനോട് ചോദിച്ചപ്പോൾ ചേച്ചി കൊണ്ടുവരുമെന്ന് പറയുന്നു. ബാക്കി എല്ലാ കുട്ടികളും ലഞ്ച് കഴിക്കാൻ പോയി, എന്നാൽ നിങ്ങളുടെ മകൻ ലഞ്ച് വന്നിട്ടില്ല. അതാണ് സാർ താങ്കളെ വിളിച്ചത് എന്ന് പറയുന്നു. അതേ മേഡം, ഇന്ന് വീട്ടിൽ ലഞ്ച് റെഡിയാകുന്നത് ലേറ്റായി. അതുകൊണ്ട് തന്നെ മകളോട് അനിയന് നീ ലഞ്ച് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും ഭാര്യയും രാവിലെ ജോലിക്ക് പോയത്. എന്നാലും 11 മണിക്ക് ലഞ്ച് കൊണ്ടു കൊടുക്കണം പറഞ്ഞിരുന്നതാണല്ലോ. ഒരുപക്ഷെ അവൾ മറന്നുപോയിരിക്കും. ഞാൻ പോയി വീട്ടിൽ നിന്ന് ലഞ്ച് എടുത്ത് വരാമെന്ന് പറഞ്ഞ് കാൾ കട്ടാക്കുന്നു. ഇതിൽ നിന്നും കൃഷ്ണയുടെ വീടും ജോലി ചെയ്യുന്ന സ്ഥലവും മകൻ്റെ സ്കൂളുമെല്ലാം വളരെ അടുത്താണെന്ന് മനസ്സിലാകുന്നതേ ഉള്ളൂ. ഉടനെ കൃഷ്ണൻ തൻ്റെ മുതലാളിയോട് പറഞ്ഞിട്ട് ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. ആ ബൈക്ക് അവിടെയുള്ള ഒരു 2 നില വീടിൻ്റെ മുന്നിലെത്തി നിൽക്കുന്നു. ബൈക്കിൽ നിന്നിറങ്ങി പടികൾ കയറി 2ാം നിലയിൽ തൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയ അയാൾ തൻ്റെ വീടിൻ്റെ കതക് വെളിയിൽ നിന്ന് താഴ്ത്തിരിക്കുന്നതായി കണ്ട് ഒന്ന് ഭയക്കുന്നു. ഒരുപക്ഷെ തൻ്റെ മകൾ അനുജനുള്ള ലഞ്ചുമായി പോയിരിക്കുമെന്ന് വിചാരിച്ച് കതക് തുറന്ന് അകത്ത് കയറി അയാളെ കാത്തിരുന്നത് അപ്രതീക്ഷിതവും ഭയാനകവുമായ ഒരു കാഴ്ചയായിരുന്നു. അതെ, അവിടെ വീടിൻ്റെ വരാന്തയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അയാളുടെ സഹസ്ര എന്ന മകൾ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. ചെറിയ പെൺകുട്ടി എന്ന് പോലും നോക്കാതെ സഹസ്രയെ ആരോ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് കൊന്നത്, എന്തായിരുന്നു കാരണം എന്നൊക്കെ വലിയ സംസാര വിഷയമായി മാറിയ ഈ കേസിൽ ഇതിനുവേണ്ടി ആരെങ്കിലും കൊല്ലുമോ എന്നൊക്കെ എല്ലാവരെ കൊണ്ടും പറയിക്കും വിധം വിചിത്രമായ ഒരു കാരണവും അതോടൊപ്പം കൊലപാതകയെയും പോലീസ് കണ്ടെത്തി. വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലുങ്ക് ടോക്സ്. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞതുപോലെ കൃഷ്ണ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലും അയാളുടെ ഭാര്യ രേണുക ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായും ജോലി ചെയ്ത് വരികയായിരുന്നു. അവർക്ക് സഹസ്ര എന്നൊരു മകളും ശരൺ എന്നു പേരുള്ള ഒരു മകനുമുണ്ട്. ശരൺ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന പേര് ശരിയല്ല, കാരണം ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ആ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം നമുക്കവനെ ശരൺ എന്ന് വിളിക്കാം. സംഭവം നടന്ന ദിവസം രാവിലെ ശരണിന് കൊടുത്തുവരേണ്ട ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിന് അവരുടെ അമ്മ ലേറ്റായി. അത് കാരണം അവരുടെ അമ്മ ശരണിനോട് നീ സ്കൂളിൽ പൊയ്ക്കോ, കുറച്ച് കഴിഞ്ഞ് ചേച്ചി നിൻ്റെ ലഞ്ച് കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞ് അവനെ സ്കൂളിലേക്ക് അയക്കുന്നു. ലഞ്ച് റെഡിയാക്കിയതിന് ശേഷം വീട്ടിലിരുന്ന സഹസ്രയോട് 11:30 മണിക്ക് അനുജന് ലഞ്ച് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞതിന് ശേഷം പേരൻസ് 2 പേരും എന്നത്തെയും പോലെ ജോലിക്ക് പോകുന്നു. ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകാം, എന്തുകൊണ്ട് സഹസ്ര സ്കൂളിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു? സഹസ്ര പഠിക്കുന്ന സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടക്കാൻ പോകുന്നത് കൊണ്ട് അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടീസ് നടക്കുകയായിരുന്നു. മറ്റു വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അവധി കൊടുത്തിരിക്കുകയായിരുന്നു ആ ദിവസം. അതിനുശേഷമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പ്രകാരം ആ ക്രൂരകൃത്യം സംഭവിക്കുന്നത്. ചോരയിൽ കുളിച്ച് ജീവനറ്റ് കിടക്കുന്ന സഹസ്രയുടെ ശരീരം കണ്ട് അവരുടെ അച്ഛൻ ഉടനെ പോലീസിനെ വിളിക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിലെത്തിയ പോലീസ് ആ ഏരിയയെ സെക്യൂർ ചെയ്തിട്ട് സഹസ്രയുടെ മൃതശരീരം ഓട്ടോപ്സി ചെയ്യാൻ അയക്കുന്നു. സഹസ്രയുടെ കഴുത്തിൽ 7 വെട്ടുകളും വയറിലും നെഞ്ചിലുമായി 16 കത്തിക്കുത്തുകളും ഉണ്ടായിരുന്നു. ആ വീട് മുഴുവൻ സെർച്ച് ചെയ്ത പോലീസ് ആ വീടിനുള്ളിൽ ആരും അതിക്രമിച്ച് കയറിയതായി ലക്ഷണമൊന്നും കണ്ടെത്തിയില്ല. അതിനർത്ഥം കില്ലർ സഹസ്രയുടെ ഫാമിലിക്കറിയാവുന്ന ആരോ ഒരാൾ തന്നെ ആയിരിക്കണം. ഈ സംശയം തോന്നിയ പോലീസ് അവിടെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന സഹസ്രയുടെ പേരൻസിനോട് അതേപ്പറ്റി ചോദിക്കുന്നു. എന്നാൽ അവർ 2nd ഫ്ലോറിലായതുകൊണ്ട് രാവിലെ സമയത്ത് വീടിൻ്റെ കതക് പൂട്ടിയിടാറില്ല എന്നും രാവിലെ പോകുമ്പോഴും കതക് തുറന്നു കിടക്കുകയായിരുന്നുവെന്നും പോലീസിനോട് പറയുന്നു. പോലീസ് അവർ താമസിക്കുന്ന വീടിൻ്റെ CCTV ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വീടിൻ്റെ മുൻപിൽ CCTV ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത്. കില്ലർ 2ാമത്തെ നിലയിൽ പോകണമെങ്കിൽ ആ സ്റ്റെപ്പ് കയറിയാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ CCTV ചെക്ക് ചെയ്താൽ ആരാണ് മുകളിലേക്ക് വന്നതെന്ന് കാണാമെന്ന് കരുതി അവർ CCTV ഫൂട്ടേജ് ചെക്ക് ചെയ്യുന്നു. എന്നാൽ ആ CCTV ചെക്ക് ചെയ്തപ്പോൾ അവരെ ഞെട്ടിച്ചത് സഹസ്രയുടെ പേരൻസ് ജോലിക്ക് പോയത് മുതൽ ഉച്ചയ്ക്ക് അവരുടെ അച്ഛൻ തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ ആരും 2ാം നിലയിലേക്ക് പോയിട്ടേയില്ല എന്ന സത്യമാണ്. കൂടാതെ കൊല നടന്ന സ്ഥലം ചെക്ക് ചെയ്ത ഫോറൻസിക് വിദഗ്ധർക്കും വലിയ തെളിവുകളൊന്നും ലഭിച്ചില്ല. വീട്ടിലുണ്ടായിരുന്ന പണമോ സ്വർണമോ ഒന്നും തന്നെ മോഷ്ടിക്കപ്പെട്ടിരുന്നില്ല. ഓട്ടോപ്സി റിപ്പോർട്ടിൽ കൊല്ലപ്പെട്ട പെൺകുട്ടി യാതൊരുവിധ ശാരീരിക പീഡനത്തിനും ഇരയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തിനായിരിക്കും കൊല ചെയ്തത് എന്ന മോട്ടീവ് കണ്ടുപിടിക്കാനാവാതെ പോലീസ് കുഴങ്ങി.
തുടർന്ന് ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും കൂടാതെ അടുത്ത വീടുകളിലും സംശയകരമായി ആരെയെങ്കിലും കണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. അതേസമയം അവിടെ താമസിക്കുന്ന ആർക്കെങ്കിലും കൊലയിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് നിരീക്ഷിക്കുന്നു. അപ്പോഴാണ് അവിടെയുള്ള 38 വയസ്സായ സഞ്ജയ് എന്ന വ്യക്തിയിൽ പോലീസിന് സംശയമുണ്ടാവുന്നത്. ഈ സഞ്ജയ് കൊല നടന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഫാമിലിയോടൊപ്പം താമസിക്കുകയാണ്. എന്നാൽ കൊല നടന്ന ദിവസം CCTV ഫുട്ടേജിലുള്ളതുപോലെ വെളിയിൽ നിന്ന് ആരും മുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അന്ന് ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന സഞ്ജയ് ആയിരിക്കാം ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിൽ പോയി സഹസ്രയെ കൊലപ്പെടുത്തിയിരിക്കുക എന്ന് പോലീസ് സംശയിക്കുന്നു. അങ്ങനെ പോലീസ് സഞ്ജയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ സഞ്ജയ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്താണ് സാർ പറയുന്നത്? തലവേദന ആയതുകൊണ്ടാണ് ഞാനന്ന് ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നത്. ഇങ്ങനെ ഒരു കുറ്റം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞ് സഞ്ജയ് ക്ഷുഭിതനാകുന്നു. പോലീസ് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധമെന്തേലും അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടുമോ എന്നറിയാൻ സെർച്ച് ചെയ്യുന്നു. എന്നാൽ അങ്ങനെയൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സസ്പെക്ട് ലിസ്റ്റിൽ ആഡാക്കി വിട്ടുവയ്ക്കുന്നു. കൊല നടന്ന അന്നേ ദിവസം വീടിന് ചുറ്റും ആരെല്ലാം ഉണ്ടായിരുന്നോ എല്ലാവരെയും പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, സഹസ്രയുടെ അച്ഛനായ കൃഷ്ണയെപ്പോലും പോലീസ് സംശയിച്ചിരുന്നു. എന്നാൽ ആട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം കൊല്ലപ്പെട്ട സമയം രാവിലെ 10:30നും 11നും ഇടയിലാണ് എന്ന് തെളിഞ്ഞതിനാൽ ആ സമയത്ത് മെക്കാനിക്കൽ ഷോപ്പിലുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന അച്ഛൻ കൃഷ്ണയെയും സഞ്ജയിനെ പോലെ സസ്പെക്ട് ലിസ്റ്റിൽ വയ്ക്കുന്നു. അതിനുശേഷം ആ ലിസ്റ്റിലുണ്ടായിരുന്ന മറ്റു വ്യക്തികളെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവരാരും പ്രതീക്ഷിക്കാത്ത ഈ കേസിനെ തെളിയിക്കാൻ ആവശ്യമായ ഒരു വലിയ ബ്രേക്ക് ത്രൂ അവർക്ക് ലഭിക്കുന്നത്. എന്തെന്നാൽ കൊല നടന്ന വീടിൻ്റെ ഓപ്പോസിറ്റിൽ അതുപോലെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ താമസിച്ചിരുന്നു. കൊല നടന്ന ദിവസം അയാൾ കണ്ട ഒരു സാധാരണമായ കാര്യം പോലീസിനോട് പറയാൻ തുടങ്ങുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കൊല നടന്ന ദിവസം സഹസ്രയുടെ വീടിനോട് ചേർന്നിരിക്കുന്ന വീടിന് മുകളിൽ 15 വയസ്സ് വരുന്ന ഒരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു. ഏതാണ്ട് 10 മണിയായിരുന്നു സമയം. അവൻ നിന്നിരുന്ന വീടിന് മുകളിൽ നിന്ന് കൊല നടന്ന വീടിൻ്റെ മുകളിലേക്ക് ആ പയ്യൻ ചാടിപ്പോകുന്നത് താൻ കണ്ടു എന്ന് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോലീസിനോട് പറയുന്നു. മാത്രമല്ല, തനിക്കത് കണ്ടപ്പോൾ യാതൊരു സംശയവും തോന്നിയിട്ടില്ല. കാരണം ഇവിടെയുള്ള വീടുകൾ തമ്മിൽ 2 അടി പോലും ഗ്യാപ്പില്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചു പയ്യന്മാരൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാൻ ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരു വീടിൻ്റെ മുകളിലേക്ക് ചാടിപ്പോകുന്നത് ഇവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആ കണ്ട പയ്യനെയും എനിക്ക് സംശയമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും വെറുതെ നിങ്ങളോട് പറയുകയാണെന്ന് അദ്ദേഹം പോലീസിനോട് പറയുന്നു. ഇത് കേട്ട പോലീസ് ഓഗസ്റ്റ് 23-ന് അയാൾ പറഞ്ഞ വീട്ടിൽ പോയി അന്വേഷിക്കുന്നു. അപ്പോഴാണ് അവിടെയുള്ള നിതീഷ് എന്ന 14 വയസ്സുള്ള പയ്യൻ കൊല നടന്ന ദിവസം സ്കൂളിൽ പോകാതെ വീട്ടിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നിതീഷ് എന്നത് ആ കുട്ടിയുടെ യഥാർത്ഥ പേരല്ല. എന്തെന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മൈനറായ ഒരു കുട്ടിയുടെ പേര് ഒരിക്കലും യഥാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. എന്നാൽ നിതീഷ് തനിക്കും ഈ കൊലയ്ക്കും യാതൊരു ബന്ധവുമില്ലെന്നും തൻ്റെ ഒരു ക്രിക്കറ്റ് ബോൾ ആ വീടിൻ്റെ മുകളിലേക്ക് പോയതുകൊണ്ടാണ് എടുക്കാനാണ് അങ്ങോട്ട് പോയതെന്നും പോലീസിനോട് പറയുന്നു. എന്നാൽ ഇത് വിശ്വസിക്കാത്ത പോലീസ് അവൻ്റെ വീട് സെർച്ച് ചെയ്യുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു ബാഗിൽ ഒരു കത്തിയും കഴുകിയിട്ടും രക്തക്കറ മാറാത്ത ഒരു ഷർട്ടും കണ്ടെടുക്കുന്നു. പോലീസ് അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോഴാണ് നടന്നതെല്ലാം അവൻ തുറന്നു പറയുന്നത്. മൊത്തം തെലങ്കാനയെയും ആന്ധ്രയെയും ഞെട്ടിച്ച അവൻ പറഞ്ഞ കൺഫെഷൻ ഇതായിരുന്നു. നിതീഷിന് ക്രിക്കറ്റ് കളിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല്ലപ്പെട്ട സഹസ്രയുടെ സഹോദരൻ ഒരു പുതിയ MRF ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിയത് കാണുന്നത്. ബാറ്റ് കൊള്ളാമല്ലോ, ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ എന്ന് ചോദിച്ച നിതീഷിനോട് സഹസ്രയുടെ അനുജൻ ബാറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നിതീഷ് കാണെ ആ ബാറ്റ് വെച്ച് കളിക്കുന്നു. നിതീഷിന് ഇത് കണ്ട് ഭയങ്കര ദേഷ്യമുണ്ടാവുകയും അതുകൊണ്ട് തന്നെ ആ ബാറ്റ് എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓഗസ്റ്റ് 18-ന് തനിക്ക് ചെറിയ പനിയുണ്ടെന്ന് പാരൻസിനോട് പറഞ്ഞിട്ട് നിതീഷ് സ്കൂളിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് ഫിംഗർ പ്രിൻറ്റും ഫുട് പ്രിൻറ്റും പതിയാതിരിക്കാൻ കയ്യിൽ ഗ്ലൗസും കാലിൽ സോക്സും ഇട്ട് അവൻ വീടിന് പുറത്തേക്ക് വരുന്നു. സഹസ്രയുടെ സഹോദരനും പാരൻസും വീട്ടിൽ നിന്ന് പോകുന്നത് അവൻ ഒളിഞ്ഞിരുന്ന് കാണുന്നു. അതിനുശേഷം അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു കത്തിയെടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ വയ്ക്കുന്നു. അതായത് അവൻ ബാറ്റ് എടുക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന സഹസ്ര ശബ്ദമുണ്ടാക്കിയാൽ അവളെ ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിനാണ് ആ കത്തിയെടുത്തത്. അങ്ങനെ കുറേ നേരം അവിടേക്ക് നോക്കി തന്നെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിതീഷ് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ സഹസ്രയുടെ വീടിൻ്റെ മുകളിലേക്ക് ചാടിപ്പോകുന്നു. അപ്പോഴവൻ കണ്ടത് സഹസ്രയുടെ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നതാണ്. മെല്ലെ ഉള്ളിലേക്ക് നോക്കിയ അവൻ കണ്ടത് ഉള്ളിൽ TV ഓണായിരിക്കുന്നതും TV കണ്ടുകൊണ്ടിരിക്കുന്ന സഹസ്രയുമാണ്. ഇത് കണ്ട അവൻ ശബ്ദമുണ്ടാക്കാതെ പൂച്ചയെപ്പോലെ വീടിൻ്റെ വരാന്തയിലേക്ക് പോയി അവിടെ ഇരിക്കുന്ന ക്രിക്കറ്റ് ബാറ്റ് ശബ്ദമുണ്ടാക്കാതെ എടുക്കുന്നു. എന്നാൽ ബാറ്റ് അവിടെ ഇരുന്ന സ്റ്റമ്പിൽ തട്ടുകയും ചുവരിൽ ചാരി വെച്ചിരുന്ന സ്റ്റമ്പെല്ലാം താഴെ വീണ് ആ ശബ്ദം സഹസ്ര കേൾക്കുകയും അവൾ ഭയന്ന് എന്താ ശബ്ദമെന്ന് നോക്കാൻ വരാന്തയിലേക്ക് വരികയും ചെയ്യുന്നു.
അവൾ നോക്കുമ്പോൾ കാണുന്നത് നിതീഷ് കയ്യിൽ ബാറ്റുമായി വെളിയിലേക്ക് പോകുന്നതാണ്. ഡേ നിൽക്കടാ അവിടെ, എന്തിനാ ബാറ്റെടുത്ത് പോകുന്നതെന്ന് പറഞ്ഞ് സഹസ്ര അവൻ്റെ അടുത്തേക്ക് പോകുന്നു. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നിതീഷ് ബാറ്റ് താഴെയിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിലിരുന്ന കത്തിയെടുത്ത് സഹസ്രയുടെ കഴുത്തിൽ പലവട്ടം കുത്തുന്നു. താഴേക്ക് മറിഞ്ഞു വീണ സഹസ്ര മരണപ്രായപ്പെടുന്നത് കണ്ട് നിതീഷ് കണ്ണടച്ചു വെച്ച് അവരുടെ ശരീരത്തിൽ പലയിടത്തും ആവേശത്തോടെ കുത്തിയതായി പോലീസിനോട് പറയുന്നു. അതോടെ കുറച്ച് സെക്കൻഡുകൾക്കകം സഹസ്ര പിടഞ്ഞു മരിക്കുന്നു. അപ്പോഴാണ് നിതീഷിന് താൻ വലിയ തെറ്റ് ചെയ്ത കാര്യം ബോധ്യമുണ്ടാവുന്നത്. തുടർന്ന് നിതീഷ് ആ ബാറ്റ് ഇരുന്നയിടത്തിൽ ഇരുന്നതുപോലെ വെച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ബാത്റൂമിൽ കയറി അവന് ഇട്ടിരുന്ന രക്തക്കറ വീണ ഉടുപ്പും കത്തിയും കഴുകി വൃത്തിയാക്കുന്നു. അതിനുശേഷം അന്ന് വൈകുന്നേരം സഹസ്രയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് പോലീസിൻ്റെ അന്വേഷണം ഏത് വഴിക്കാണെന്നും അവൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതിനുശേഷമാണ് പോലീസ് കിട്ടിയ ചെറിയ ഒരു ലീഡ് വെച്ച് ഈ കൊലപാതകം തെളിയിക്കുന്നത്. എന്നാൽ ഇതിലും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ വീട് സെർച്ച് ചെയ്ത പോലീസിന് നിതീഷിൻ്റെ റൂമിൽ നിന്നും ഒരു ഡ്രാവിങ്ങും എഴുത്തും കിട്ടുന്നു. നിതീഷ് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ പ്ലാനിങ് ചെയ്തത് പോലീസിന് അതിശയിപ്പിക്കുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ ഔട്ട്ലൈൻ പോലെയായിരുന്നു ആ ഡ്രോയിങ്. ആ ലെറ്ററിൽ എന്തായിരുന്നെന്നാൽ പതിയെ വീട്ടിൽ പോകണം, വീട്ടിലിരിക്കുന്ന ഗ്യാസ് പൈപ്പ് കട്ടാക്കണം, ഗ്യാസ് ലീക്കായിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ അലമാര തകർത്ത് അതിനുള്ളിലെ പണമെടുക്കണം, അതിനുശേഷം വീടിൻ്റെ വെളിയിൽ നിന്ന് പൂട്ടി വീടിന് തീയിട്ട് രക്ഷപ്പെടണം എന്നെഴുതിയിരുന്നു. അത് കണ്ടപ്പോൾ നിതീഷിൻ്റെ ലക്ഷ്യം പണമായിരുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ആ ലെറ്റർ അവനാണ് എഴുതിയതെന്നും മനസ്സിലാക്കുന്നു. എന്നാൽ നിതീഷിനോട് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, എന്നാൽ അതിനുശേഷം ബാറ്റ് മാത്രം മോഷ്ടിച്ചാൽ മതി എന്ന് തീരുമാനിച്ചെന്ന് പോലീസിനോട് പറയുന്നു. ഇതറിഞ്ഞ സഹസ്രയുടെ പാരൻസ് അവൻ പണത്തിനു വേണ്ടിയാണ് അവിടെ വന്ന് തങ്ങളുടെ മകളെ കൊന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പ്ലാനോട് കൂടി വന്ന ഇവനെ മൈനറായി ട്രീറ്റ് ചെയ്യാതെ അഡൾട്ടായി കണക്കാക്കി നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കൊടുക്കണമെന്നും വാദിക്കുന്നു. ഞാനും സഹസ്രയുടെ പാരൻസിനെ പോലെയാണ് ചിന്തിക്കുക. എന്നാൽ നമ്മുടെ നാട്ടിൽ നിയമപ്രകാരം ഒരു മൈനറിന് 3 മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കുകയുള്ളൂ. അതൊന്നുമല്ല, ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കേസിൽ നിതീഷിൻ്റെ പാരൻസ് അവനെ ശരിയായി വളർത്തിയിട്ടില്ല. നിതീഷ് മണി ഹേസ്റ്റ് പോലെയുള്ള സീരീസ് കണ്ടാണ് ഇതുപോലെ നിറയെ കൊള്ളയടിക്കണമെന്ന പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നത്. അതും ഒരു മോഷ്ടിച്ച ഫോണിലായിരുന്നു നിതീഷ് അത് കണ്ടിരുന്നത്. ആ ഫോണും പോലീസ് കണ്ടെടുത്തു. ഈ മോഷ്ടിച്ച ഫോൺ നിതീഷിൻ്റെ പാരൻസ് കണ്ടിരുന്നു. എന്നാൽ അവർ അന്നത് വെളിയിലെറിഞ്ഞാൽ മാനക്കേടുണ്ടാവുമെന്ന് കരുതി നിതീഷിനെ ഇനി അങ്ങനെ ചെയ്യരുതെന്ന് ശകാരിച്ചതല്ലാതെ ആ ഫോൺ പിടിച്ചു വാങ്ങി തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അത് നിതീഷിന് തൻ്റെ പാരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായി ഒരു ഫീലുണ്ടാക്കി. അന്ന് ആ ഫോൺ വാങ്ങി തിരികെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന് അത് തെറ്റാണെന്ന് ഉറച്ച ബോധ്യമുണ്ടായേനെ. അതുപോലെ തന്നെ കൊല നടന്ന ദിവസം അടുത്ത ബിൽഡിങ്ങിൽ പോയി വന്ന ഉടൻ ഡ്രസ്സ് അലക്കാനിട്ട് കുളിക്കാൻ കയറിയ നിതീഷിൻ്റെ പ്രവൃത്തികളിൽ അമ്മയ്ക്ക് സംശയം തോന്നുന്നു. കൂടാതെ അടുത്ത വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നറിഞ്ഞ അമ്മ അവനെ വിളിച്ച് നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രണ്ട്സ്. മണി ഹേസ്റ്റ് പോലെയുള്ള സീരീസൊക്കെ കാണുന്നത് നല്ലതാണ്, എന്നാൽ അതൊരിക്കലും നമ്മളെ മോശമായ രീതിയിൽ സ്വാധീനിക്കാൻ പാടില്ല. പല സിനിമകളിലും കാണുന്നത് പോലെ കള്ളന്മാരും കൊള്ളക്കാരും ഒന്നുമല്ല. ജീവിതത്തിൽ പോലീസും ന്യായമായി പ്രവർത്തിക്കുന്നവരുമാണ് സൂപ്പർ ഹീറോസ് എന്ന് നമ്മൾ മക്കളെ പറഞ്ഞു ബോധവാന്മാരാക്കണം. ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. ബൈ.